കോഴിക്കോട് ടിക്കറ്റിന് ചില്ലറ നൽകാത്തതിന് വീട്ടമ്മയെ സ്വകാര്യ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി. ചെറുപ്പ സ്വദേശിനി റഷീദയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് റഷീദയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. മുക്കം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സിൽവർ സ്റ്റാർ ബസ് ജീവനക്കാർക്കെതിരെയാണ് പരാതി. ഞാനിവിടെ ചെറുപ്പേന്ന് ബസ് കയറി, പിന്നെ കുറച്ച് അയ്യപ്പങ്കാൻ അവിടെ എത്തിയ ബസ്സിന് ടിക്കറ്റ് എടുത്തത് എൻ്റെ 100 റുപ്യ ഉള്ളതിന്. അപ്പോൾ 100 റുപ്യ എടുത്തിട്ട് അവർ വാങ്ങി കഴിഞ്ഞിട്ട് എൻ്റേതൊന്നും ചില്ലറ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും ഇല്ല ചില്ലറ. പിന്നെ പെരുവേലെത്തുന്നതിൻ്റെ മുമ്പായിട്ട് പിന്നെ ബിന്ദു ഡോക്ടറൊക്കെ അവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തേ ഇറങ്ങില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇറക്കി അവിടെ വിട്ട്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് ഇടാൻ എനിക്ക് അവിടെ ബസ് കയറി ഇറങ്ങിയൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്. അത് ഞാൻ ബസ് സ്റ്റോപ്പ് നോക്കി അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ബസ് നിർത്തുന്നതല്ല, എത്രയോ ബസ്സിന് കയ്യാട്ടിട്ടു. പിന്നെ ആ റോഡിന്മേലുള്ള ഒരാൾ ബസ് നിർത്തി കയ്യാട്ടി നിർത്തി ചെന്നാണ് ബസ് കയറിപ്പോയി. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഈ പണം നൽകിയാൽ ബാക്കി നൽകേണ്ട ചുമതല കണ്ടക്ടർക്കാണ്. അതിലേറെ ഒരാളെ ഈ പണം ഇല്ല എന്ന കാരണത്തിൽ, ചില്ലറയില്ല എന്ന കാരണത്തിലൊക്കെ ഇറക്കിവിടാൻ പാടുണ്ടോ? രുജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 100 രൂപയാണ് റഷീദ ഈ ബസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. 20 രൂപയായിരുന്നു ടിക്കറ്റ്. എന്നാൽ ചില്ലറ ഇല്ല എന്ന കാരണം പറഞ്ഞാണ് ഇവരെ വഴിയിൽ ഇറക്കിവിട്ടത് ബസ്സുകളൊന്നും തന്നെ നിർത്താത്ത ബസ് സ്റ്റോപ്പ് ഉള്ള ഒരു സ്ഥലത്തായിരുന്നില്ല, ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. ഇവർ രാവിലെ ഇവരുടെ കണ്ണിന് അസുഖമുള്ളതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അനുഭവം റഷീദയ്ക്ക് ഉണ്ടായത്. ബസ് കയറിയിടത്തു നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മുൻപോട്ട് എത്തിക്കഴിയുമ്പോഴാണ് കണ്ടക്ടർ എത്തുന്നത്. കണ്ടക്ടർക്ക് 100 രൂപ റഷീദ നൽകുന്നു. 20 രൂപയായിരുന്നു ടിക്കറ്റ്. എന്നാൽ ചില്ലറ ഇല്ല എന്ന് പറഞ്ഞ് ഈ കണ്ടക്ടർ ഇവരെ തൊട്ടടുത്ത ഇടത്ത് ഇറക്കി വിടുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ബസ് സ്റ്റോപ്പ് ഒന്നും ഉള്ള സ്ഥലമായിരുന്നില്ല. അതിനാൽ തന്നെ ഏറെ നേരം ഇവരവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നാലെ വന്ന ബസ്സുകൾക്കെല്ലാം തന്നെ കൈകാട്ടി ഒരു ബസ്സും ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലമായതിനാൽ തന്നെ അവിടെ ബസ് നിർത്തിയില്ല. പിന്നീട് ഇവരുടെ ഒരു ദുരവസ്ഥ കണ്ട പ്രദേശവാസിയായിട്ടുണ്ടായിരുന്ന ഒരാൾ മറ്റൊരു ബസ്സിന് കൈ കാണിച്ച് നിർത്തിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ചികിത്സ ലഭിക്കാനും വൈകി. കാരണം ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ അവരുടെ ചികിത്സയും വൈകി എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് വൈകുന്നേരം വീട്ടിലെത്തിയതിനു ശേഷം വീട്ടുകാരോട് ഇക്കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ തുടർ നിയമ നടപടികളിലേക്ക് ഈ കുടുംബം ഇപ്പോൾ കടന്നിട്ടുള്ളത്. നിലവിൽ മാവൂർ പോലീസിലും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഗതാഗത വകുപ്പിനും ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുക്കം മാവൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സിൽവർ സ്റ്റാർ എന്ന സ്വകാര്യ ബസ്സിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. ചില്ലറ അല്ലെങ്കിൽ 100 രൂപ നൽകിയാൽ 20 രൂപയാണെങ്കിൽ ബാക്കി 80 രൂപ നൽകേണ്ട ചുമതല ഈ ബസ് ജീവനക്കാർക്ക് തന്നെയാണുള്ളത്. പക്ഷേ ചില്ലറയില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു ബസ് പോലും കിട്ടാത്ത, മറ്റൊരു വാഹനം കിട്ടാത്ത ഒരു ഇടത്താണ് ഇറക്കി വിട്ടത്. അവർ ഒരു രോഗിയായിരുന്നു, ചികിത്സാർത്ഥമായിരുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്.